ഓണസദ്യയുടെ നാലാമത്തെ ഡിഷാണ് ക്യാബേജ് തോരൻ. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. തേങ്ങ, വെളുത്തുള്ളി, കരിയേപ്പില, പച്ചമുളക്, ഇത്രയുമാണ്. അത് മിക്സിയിൽ ആദ്യം തന്നെ അടിച്ച് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ആയിട്ട് മിക്സാക്കി കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കി വെക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി വെച്ച ക്യാബേജാണ് ചട്ടി വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് അരിയിട്ട് അരി ഒന്ന് പൊട്ടുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഈ മസാല ഇളക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി നല്ല അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അടപ്പ് തുറന്ന് ഒന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പം ഈ അരി ഇടുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രുചി ഈ തോരനിലുണ്ടാവും. ഞാൻ എല്ലാ തോരൻ വയ്ക്കുമ്പോഴും അരി ഇട്ട് പൊട്ടിയതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെയാണ് ഈ തോരനെല്ലാം ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു രുചിയും മണവും എല്ലാം ഇതിനകത്ത് ഉണ്ടാവുന്നു. പണ്ട് എൻ്റെ ജ്യേഷ്ഠത്തി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് അതിനുശേഷം കൊച്ചുനാളിൽ എല്ലാ തോരനിലും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പം നല്ല ഒരു രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതുമാണ്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ കാബേജ് തോരൻ റെഡിയായി കഴിഞ്ഞു. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളും ഒന്ന് നോക്കുക എങ്ങനെയുണ്ട് ക്യാബേജ് തോരനിൽ അരിയിട്ട് പൊട്ടിച്ച് ഇതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. ക്യാബേജ് തോരൻ എന്നല്ല, എല്ലാ തോരനിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്.